നീറ്റ് യുജി പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അതേസമയം പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് SFI ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. വിനിത വിജി വിവരങ്ങളും ചേർന്നു. വിനിത, ചെറുതല്ലാത്ത വാദങ്ങൾ ഈ ടെലഗ്രാം നിരോധനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടായതാണ്. ഇന്നത്തെ വിധി പല രീതിയിൽ നിർണായകമാണ്. വിനിത, തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ചെറുതല്ലാത്ത വാദങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ടെലിഗ്രാമിനെതിരെ ഉണ്ടായത്. ടെലിഗ്രാം ഒരു ഡാർക്ക് വെബാണെന്നും ഒപ്പം തന്നെ ഈ ഭീകരവാദികളുടെയും ഒപ്പം ഈ കുറ്റകൃത്യം ചെയ്യുന്നവരുടെയും ഒക്കെ ഒരു ഹബ്ബായി ടെലിഗ്രാം മാറിയിരിക്കുന്നു എന്നുമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തടക്കം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ ടെലിഗ്രാമിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ടെലിഗ്രാമിലൂടെ നടക്കുമ്പോഴും അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനോ ആ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നും പരീക്ഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക സംബന്ധിച്ച് അവർക്കൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ടെലിഗ്രാമിന് വിലക്കേർപ്പെടുത്തിയതെന്നുമാണ് ഇന്നലെ കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത്. പക്ഷെ അതേസമയം ഒരാൾക്ക് ഒരു പരിഗണന നൽകുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഇന്നലെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ ടെലിഗ്രാമിനെതിരെ ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം ഈ ടെലിഗ്രാമിലൂടെ ചോർന്ന ഈ ചോദ്യപേപ്പറുകൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ചോദ്യപേപ്പറുകളല്ല എന്നും അത് ഒറിജിനൽ ചോദ്യപേപ്പർ അല്ല എന്നുമൊക്കെയാണ് ടെലിഗ്രാമും വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തേജസ് കറിയുടെ ബെഞ്ച് ഇന്ന് രാവിലെ 10:00 ഈ ഹർജിയിന്മേൽ വിധി പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 7 മണിവരെ ഇരു കക്ഷികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് നൽകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നൽകണമെങ്കിൽ അത് നൽകാമെന്നൊക്കെ തന്നെ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ടെലിഗ്രാം നൽകിയിരിക്കുന്ന ഹർജിയിന്മേൽ കോടതിയുടെ ഒരു നിർണായക തീരുമാനം എന്താണ് എന്ന് ഇന്ന് അറിയാൻ കഴിയും. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFIയുടെ ഇന്ന് പ്രതിഷേധ മാർച്ച് കൂടി ഡൽഹിയിൽ നടക്കുകയാണ്. ഏതാണ്ട് 500-ലധികം വിദ്യാർത്ഥികൾ ആ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.